ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദ്. അങ്ങനെ നമ്മളേറെ നാൾ കാത്തിരുന്ന നമ്മുടെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അവർ വിചാരിച്ചതിലും കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റി. ഒരുപാട് പേർക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അല്ലേ. നമ്മളെപ്പോഴും ഏതൊരു മത്സര പരീക്ഷ കഴിഞ്ഞാലും നമ്മളെപ്പോഴും വിജയിക്കുന്നവരുടെ എണ്ണമാണ് നോക്കുന്നത്. അവിടെ ഒരു കൂട്ടര് വളരെയധികം കഷ്ടപ്പെട്ട് എന്തൊക്കെയോ റീസൺസ് കൊണ്ട് എന്തായിട്ടുണ്ടാവും, ഫെയിലായി പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ കണക്കൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ് അല്ലേ. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും മിസ്സിന് അതൊക്കെ പറയാം, തോറ്റേൻ്റെ വിഷമം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നുള്ളത്. തോൽവി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ്, ഒരു കയ്പുള്ള ഒരു അനുഭവം തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമുക്കുണ്ടാകുന്ന അത്തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇനിയും നാളുകളുണ്ട്. നമ്മൾ വിചാരിച്ചൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇനിയും അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലോട്ട് എത്തണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആദ്യം ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് കേട്ടറ്റ് എന്നുള്ളത്. അപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിചാരിച്ച ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ തുടങ്ങാം. നമ്മുടെ പരീക്ഷാ ഭവൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, അത്യാവശ്യം വലിയൊരു സിലബസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓരോ സൈക്കിൾ എക്സാം കഴിയുമ്പോഴും എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു 4-5 എക്സാമിന് മുന്നെയൊക്കെ ആണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ചില ഏരിയാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ. ആ കോമൺ പാറ്റേൺ എന്നൊക്കെ മാറി കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള തരത്തിൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാൾക്ക് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. ചില കുട്ടികൾ 1-2 മാർക്കിനൊക്കെ ആയിരിക്കും ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നിങ്ങൾ പഠിച്ച കുറേ അധികം കാര്യങ്ങളുണ്ട്. അതൊന്നും റിവൈസ് ചെയ്യാതെ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ അടുത്ത് നിന്നും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മൾ റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പോകും. അപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് വിടരുത്. അപ്പോൾ ഇതൊരു നല്ലൊരു തുടക്കമാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലും അടുത്തൊരു എക്സാം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട്, അതല്ലെങ്കിൽ നല്ല എളുപ്പത്തിൽ ഇഷ്ടത്തോടു കൂടി പഠിച്ച് ക്ലിയർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, അടുത്ത കേട്ടറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് നോക്കി തുടങ്ങാം. നമുക്ക് കുറച്ച് സൈക്കോളജിയിലെ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ആ സൈക്കോളജിയിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആരംഭിക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ സ്റ്റഡീസ് വളരെ കൃത്യമായ രീതിയിൽ ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു വാട്സൺ ദ ബേസിക് കോണ്ടന്റ് ഓഫ് സൈക്കോളജി ഈസ്. വാട്സന്റെ അഭിപ്രായത്തിൽ സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള കോണ്ടന്റ് എന്തൊക്കെയാണ്? സ്റ്റിമുലസ് റെസ്പോൺസ്, ഇന്റേണൽ എക്സ്പീരിയൻസ്, ബോത്ത് ഓഫ് ദ എബവ്, നൺ ഓഫ് ദ എബവ് അല്ലേ. ഇവിടെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും കേൾക്കുന്ന ഒരു പേരാണ് JB വാട്സൻ്റേത്. കാരണം എന്താണ്, നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന ബിഹേവിയറിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് JB വാട്സൺ ആണ് അല്ലേ. അപ്പോൾ ആ JB വാട്സൺ സൈക്കോളജിയിൽ വരുന്ന ബേസിക് കോണ്ടന്റ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റിമുലസ് റെസ്പോൺസ് ആണോ, ഇന്റേണൽ എക്സ്പീരിയൻസ് ആണോ, ഇത് രണ്ടും വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ആണോ? ഏതായിരിക്കും ആൻസർ വരുന്നത്? ബിഹേവിയറിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് SR റിലേഷൻഷിപ്പ് അല്ലേ. ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു, നമുക്ക് വേണ്ട റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഏത് രീതിയിലാണ് കുട്ടികൾ ഉത്തരം പറയേണ്ടത്, ആ ഉത്തരങ്ങൾ പറയിപ്പിക്കാൻ തരത്തിലുള്ള ചോദകങ്ങൾ അല്ലേ. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, സ്റ്റിമുലസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. JB വാട്സൺ പറഞ്ഞിട്ടുള്ളത് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇവിടെ ബിഹേവിയേഴ്സ് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യാണ് എന്നാണ് JB വാട്സൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ JB വാട്സൺ മറക്കണ്ട, ഫാദർ ഓഫ് ബിഹേവിയറിസം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ഇന്റലിജൻസ് ഈസ്. The meaning of intelligence is.
എന്താണ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടേമിന്റെ മീനിങ് ആയിട്ട് വരുന്നത്? തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നും എന്ത് ചെയ്യുക? കറക്റ്റ് മീനിങ് സെലക്ട് ചെയ്യാം. എബിലിറ്റി ടു ലേൺ, എബിലിറ്റി ടു അഡ്ജസ്റ്റ്, എബിലിറ്റി ടു അബ്സ്ട്രാക്ട് റീസണിങ്, ഓൾ ദ എബവ്. ഇതിലേതാണ് നമുക്ക് ഇന്റലിജൻസിന്റെ അതല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? ഏതായിരിക്കും? ലേൺ ചെയ്യാനുള്ള എബിലിറ്റീനെയാണോ, അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റീനെയാണോ, അബ്സ്ട്രാക്ട് റീസണിങ് നടത്താനുള്ള എബിലിറ്റീനെയാണോ, ഇതിനെല്ലാത്തിനെയും കൂടിയിട്ടാണോ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ് അല്ലെ. അത്യാവശ്യം പരന്ന വിശാലമായി കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റലിജൻസ് എന്നുള്ളത്. ഇപ്പൊ സാധാരണഗതിയിൽ ക്ലാസ് റൂമിൽ ഒരു അധ്യാപിക കുട്ടികളോട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഒരു കുട്ടി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നീ മിടുക്കിയാണ്, നീ ഭയങ്കര ബുദ്ധിമതിയാണ്, നീ ഭയങ്കര ബുദ്ധിശാലിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോൾ തെറ്റാതെ ഉത്തരം പറയുക എന്നുള്ളത് ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ചില കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അല്ലെ. അപ്പം അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്തായിട്ട് തന്നെയാണ്? ബുദ്ധിശാലി, മിടുക്കി അല്ലെ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കഴിവുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അബ്സ്ട്രാക്ട് റീസണിങ് നടത്താനായിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റൽ സിറ്റുവേഷൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം, ലോജിക്കൽ തിങ്കിങ് നടത്താനായിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം, റീസണിങ് നടത്താനായിട്ടുള്ള എബിലിറ്റി ആയിരിക്കാം അല്ലെ. ഇതൊക്കെ ഏതിന്റെ കീഴിലാണ് വരുന്നത്? ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒരു വലിയൊരു കൊട അല്ലെ. ബുദ്ധി എന്ന് പറയുന്നത് വലിയൊരു കൊടയാണ്. ആ കൊടയ്ക്കകത്ത് എന്തുണ്ട്? ഒരുപാട് കഴിവുകൾ കൂടിച്ചേർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഓഫ് സൈക്കോളജി ഇൻവോൾവ്സ്. ദ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഓഫ് സൈക്കോളജി. നമ്മൾക്ക് കുട്ടികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്നിക്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട് അല്ലെ. ഈ ടൂൾസും ടെക്നിക്സും അതേപോലെ തന്നെ മെത്തേഡ്സും ഒക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരാളാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഓഫ് സൈക്കോളജി ഇൻവോൾവ്സ്. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ദ ബ്രെയിൻ ടു സ്റ്റഡി ഇറ്റ്സ് ഓൺ മെന്റൽ പ്രോസസ്. B. The study of your mental process by another person. C. The observation of your mental process by the scientist. D. None of the above. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ അല്ലെ, ആ വാക്കിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ഹിന്റ് ഉണ്ട്. ഇൻട്രോസ്പെക്ഷൻ, വിത്ത് ഇൻ അല്ലെ. നമ്മൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സ്ട്രക്ചറലിസം, ഓക്കെ, ഘടനാവാദികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അതിൽ തന്നെ വില്യം വൂണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മളെക്കാൾ നന്നായിട്ട് നമ്മെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഇമോഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്കൻഡ് പോയിന്റ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ കുറേ സീക്രട്സ് അല്ലെ. വേറെ ഒരാൾ അറിയാത്ത എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ വില്യം വൂണ്ട് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് അയാൾ തന്നെയാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് വഴി വില്യം വൂണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷൻസിലും ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ബ്രെയിൻ, അതല്ലെങ്കിൽ ദ ബ്രെയിൻ ടു സ്റ്റഡി ഇറ്റ്സ് ഓൺ മെന്റൽ പ്രോസസ്, the study of your mental process by another person or by the scientist, none of the above അല്ലെ. നമ്മൾ തന്നെയാണ് പഠിക്കുന്നത്. സോ അനദർ പേഴ്സൺ അല്ല, സയന്റിസ്റ്റ് അല്ല, ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ ബ്രെയിൻ ടു സ്റ്റഡി ഇറ്റ്സ് ഓൺ മെന്റൽ പ്രോസസ്. നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് നമ്മുടെ മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്തിൻ എന്നുള്ള ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിൽഫോർഡ്സ് തിയറി ഓഫ് ഇന്റലിജൻസ് ഈസ് കോൾഡ് ആസ്. ഗിൽഫോർഡിന്റെ ഇന്റലിജൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന തിയറി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്റലിജൻസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാമിന് തന്നെ 2 ചോദ്യങ്ങളാണ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓൾറെഡി പഠിച്ചിട്ടുള്ള അതല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടാവും ഇൻ്റലിജൻസ് എന്താണ്, ഇൻ്റലിജൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറീസ് ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഇൻ്റലിജൻസ് മെഷർ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗിൽഫോർഡിൻ്റെ ഇൻ്റലിജൻസ് തിയറിയുടെ പേരാണ്. 3 ഡയമെൻഷണൽ തിയറി, കോണ്ടന്റ്, പ്രോസസ്, പ്രൊഡക്റ്റ് തിയറി, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട്, ഓൾ ദ എബവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തിയറിക്ക് ഇത്രയധികം പേര് വരുമോ, അതോ ഒരു സിംഗിൾ ആയിട്ടുള്ള പേരായിരിക്കോ ഉണ്ടായിരിക്കുക? ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഈ തന്നിട്ടുള്ള എല്ലാം തന്നെ എന്ത് തന്നെയാണ്? ഗിൽഫോർഡിൻ്റെ ഇൻ്റലിജൻസ് തിയറിയുടെ പല പല പേരുകളാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന തിയറിയുടെ പേരാണ് ദ 3 ഡയമെൻഷണൽ തിയറി, 3D മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. ഇവിടെ നമ്മുടെ ഏതൊരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയിലും ഒരു 3 ഡയമെൻഷൻ ഉണ്ടായിരിക്കും. അതാണ് കോണ്ടന്റ്, പ്രോസസ്, പ്രൊഡക്റ്റ്. കോണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നത്. ഇനി ആ റിസീവ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസിനാണ് അണ്ടർ ആകുന്നത്, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് പ്രൊഡക്റ്റിൻ്റെ കീഴിൽ വരുന്നത്. അപ്പം ഈ 3 ഡയമെൻഷൻസ് അതിൻ്റെ പേരിലും ഗിൽഫോർഡിൻ്റെ തിയറി അറിയപ്പെടുന്നുണ്ട്. കോണ്ടന്റ്, പ്രോസസ്, പ്രൊഡക്റ്റ് തിയറി. പിന്നെ വരുന്നതാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ്. ഇവിടെ നമ്മുടെ ഇൻ്റലക്റ്റിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് ആരുടെ തിയറിയിലാണ്? ഗിൽഫോർഡിൻ്റെ തിയറിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 എന്ത് തന്നെയാണ്? ഗിൽഫോർഡിൻ്റെ തിയറിയുടെ പേരാണ്. ഇനി ഇത് കൂടാതെ ഗിൽഫോർഡ് തന്നെയാണ് കൺവേർജന്റ് തിങ്കിങ്ങിനെ പറ്റിയിട്ടും ഡൈവേർജന്റ് തിങ്കിങ്ങിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡൈവേർജന്റ് തിങ്കിങ്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ള ആരാണെന്ന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. കൺവേർജന്റ് തിങ്കിങ്ങും ഡൈവേർജന്റ് തിങ്കിങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ പിയനർ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലേ. നമ്മുടെ കേട്ടറ്റ് എക്സാമിന് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ എന്നാൽ വായിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ വരുന്നൊരു ചോദ്യമാണിത്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്, ആരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ, അതിൻ്റെ പിയനർ ആരാണ്? പാവ്ലോവ്, സ്കിന്നർ, ഹൾ, തൊണ്ടൈക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഏതൊരു കുട്ടിക്കാണെങ്കിലും ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? പാവ്ലോവാണ് അല്ലേ. പാവ്ലോവാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാവ്ലോവ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത് ആരിലാണ്? നായയിലാണ് പാവ്ലോവ് പരീക്ഷണം നടത്തിയത്. അപ്പം അതിൻ്റെ ബേസിലാണ് ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിലേ റെസ്പോൺസ് ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം തിയറി കൊണ്ടുവന്നിട്ടുള്ളതും അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് എക്സ്റ്റൻഷൻ പഠിക്കാനുണ്ട്, സ്പോണ്ടേനിയസ് റിക്കവറി പഠിക്കാനുണ്ട്, ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, ന്യൂട്രൽ സ്റ്റിമുലസ്, ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകളെ പറ്റിയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? പാവ്ലോവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഓരോരോ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് കേട്ടറ്റിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് പാവ്ലോവിൻ്റെ തിയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അഡോളസെൻസ് the adolescents become irritable because the adolescents become irritable because adolescence periodil adolescents irritable ആകാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെ ആയിരിക്കും? He or she develops inadequate physical changes. B. He or she is not treated either in youngers so olders. C. He or she wants to enjoy full freedom. D. All the above. ഇതിലെ ഏതൊക്കെ റീസൺ കൊണ്ടായിരിക്കും അഡോളസെൻസ് കൂടുതലും ഇറിറ്റേറ്റബിൾ ആകുന്നത്? അഡോളസെൻസ് പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 to 18 അല്ലെങ്കിൽ ഒരു 20 അല്ലേ, അത്രയും ഏജിനിടയിലുള്ള കുട്ടികളെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? അഡോളസെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ഡൊമൈനിലും
വളരെയധികം ചേഞ്ചസ് വരുന്ന ഒരു പീരിയഡാണ് അഡോളസൻസ് പീരിയഡ്. നമുക്കിപ്പോൾ ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ബയോളജിക്കലി ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, മെൻ്റലി, ഇമോഷണലി, സോഷ്യലി, അല്ലേ, ഇങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുന്ന വളരെയധികം മാറ്റങ്ങൾ, ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് അഡോളസൻസ് പീരിയഡിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ചില ഇറിറ്റേറ്റബിൾ, അല്ലേ. അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൻ്റെ വസന്തകാലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നതെങ്കിലും ആ ഒരു പീരിയഡ് ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെയും ഒരുപാട് സ്ട്രെസ്സിൻ്റെയും അതേപോലെ തന്നെ പിരിമുറുക്കത്തിൻ്റെയും ഒക്കെ ഒരു പീരിയഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഇറിറ്റേറ്റബിൾ ആവാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള എയും ബിയും സിയും എന്ത് തന്നെയാണ്, ഇറിറ്റേറ്റബിൾ ആവാനായിട്ടുള്ള റീസൺസ് ആണ്, അല്ലേ. അവരിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ്, അല്ലേ. നമുക്കറിയാം ഒരു ബയോളജിക്കൽ മെച്ചുറേഷൻ ഒക്കെ എത്തി, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകാനായിട്ട് ഒരു ഇച്ചിരി സമയം അവരെടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരാം, സങ്കടം വരാം, അതല്ലെങ്കിൽ അവർ വേറൊരു രീതിയിൽ ബിഹേവ് ചെയ്യാം. അപ്പോൾ അതൊരു റീസൺ ആണ്. ഇനി ബി എന്താണ് പറയുന്നത്, യെസ്, ഹി ഓർ ഷീ ഈസ് നോട്ട് ട്രീറ്റഡ് എയ്തർ ഇൻ യങ്ങേഴ്സ് ഓർ ഓൾഡേഴ്സ്, അല്ലേ. ഇവിടെ കൗമാര കാലഘട്ടം അല്ലെങ്കിൽ അഡോളസൻസ് പീരിയഡ് എന്ന് പറയുമ്പോൾ അവർ കുട്ടികളുടെ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്തു, എന്നാൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, മുതിർന്ന അല്ലെങ്കിൽ ഒരു അഡൾട്ട് കുട്ടിയിലോട്ട് അവർ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു പീരിയഡാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ വീട്ടുകാർ പറയും നീ ചെറിയ കുട്ടിയാണോ, ഒന്നും പറയണ്ട. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറയും നീ ചെറിയ കുട്ടിയല്ല, വലിയ ആളാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ എന്ത് വരികയാണ്, ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഞാനിപ്പോൾ ചെറിയ കുട്ടിയാണോ അതോ മുതിർന്ന ഒരാളാണോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് ക്രിയേറ്റ് ചെയ്യും, ഇറിറ്റേറ്റബിൾ ആക്കും അവരെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അവർക്കൊരു ഫുൾ ഫ്രീഡം എൻജോയ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ മിക്കപ്പോഴും പാരൻസ് എന്തായിരിക്കും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ റെസ്ട്രിക്ഷൻസ് കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് ഇങ്ങനെ ഫ്രീഡം വേണം എന്നുള്ള ആ ഒരു ത്വര കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പീരിയഡാണ് അഡോളസൻസ് പീരിയഡ്. നമുക്ക് സൈക്കോളജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ടുള്ള ഒരു വിഭാഗമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസിമിലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ്, അല്ലേ. അസിമിലേഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് ആരുടെ കോൺസെപ്റ്റാണ്, പിയാഷെയുടെ കോൺസെപ്റ്റാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി, അല്ലേ, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാണുന്നത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ എന്താണ് അസിമിലേഷൻ? acquiring concepts by observation and comparison, learning curricular material at the mastery level, C. registering new experiences in the cognitive structure, D. familiarizing new experiences by linking with familiar ones. ഇതിൽ ഏതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്? അസിമിലേഷൻ ഓപ്ഷൻ ഡി ആണ്, അല്ലേ. നമുക്ക് എക്സിസ്റ്റിംഗ് നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു കാര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് അസിമിലേഷൻ. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ നമുക്കറിയാത്ത അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ആ ഒരു പ്രോബ്ലം പരിഹരിക്കും. അതാണ് അസിമിലേഷൻ. നമ്മൾ എക്സാം ഹാളിലൊക്കെ പോയി ഇരുന്നിട്ട് നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മളവിടെ സൊസൈറ്റിയുടെ അതല്ലെങ്കിൽ സോഷ്യൽ റോൾസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടു. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ റോൾസും ആരുടെ തന്നെ ആയിരിക്കും, വൈഗോട്സ്കിയുടെ ആയിരിക്കും. നമുക്കുള്ള എക്സിസ്റ്റിംഗ് നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നു. അതാണ് അസിമിലേഷൻ. ഓക്കെ, ഫെമിലറൈസിങ് ന്യൂ എക്സ്പീരിയൻസസ് ബൈ ലിങ്കിങ് വിത്ത് ഫെമിലിയർ. ഫെമിലിയർ ആയിട്ടുള്ളൊരു നോളജ് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ നോളജുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അതൊരു ഇൻവെൻ്ററി ആണോ, ഇവാലുവേഷൻ ടെസ്റ്റ് ആണോ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണോ, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണോ? ഏതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്? ഈ റോഷാക്ക് എന്ന് പറയുന്ന ഒരു ടേം ഇപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് അറിയാം, അല്ലേ. മുൻപ് ഇപ്പോൾ ഒരു ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കായിരിക്കും ചിലപ്പോൾ റോഷാക്ക് എന്ന് പറയുന്നൊരു വാക്ക് അറിയുന്നുണ്ടാവും.
പക്ഷെ ഇപ്പോൾ നമുക്കറിയാം മമ്മൂട്ടിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു റോഷാക്ക്. അപ്പോൾ ആ ഒരു സിനിമയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് റോഷാക്ക് ഇൻക്ലൂഡ് ടെസ്റ്റിലും, അല്ലേ? അതായത് ഒരാളുടെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചില ബിഹേവിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോഷാക്ക് ഇൻക്ലൂഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യില്ല, നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ഇച്ചിരി പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ നടത്തും. ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ചില ബ്ലർ ആയിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണോ ആ ചിത്രം കണ്ട് മനസ്സിലാക്കിയത് അതേ ഒരു രീതിയിലാവില്ല ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരി കാണാം. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ആ ചിത്രങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വ്യത്യാസങ്ങളുടെ ബേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് നമ്മുടെ അകത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ഹെർമൻ റോഷാക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഒരു കാറ്റഗറിയിലെ ടാറ്റ് വരുന്നുണ്ട്, വാറ്റ് വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, ഒരുപാട് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ കേറ്ററ്റിൻ്റെ റിസൾട്ട് വളരെ നല്ലൊരു റിസൾട്ടായിരുന്നു. ഏകദേശം 250 കൂടുതൽ കുട്ടികളായിരുന്നു കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ പഠിച്ച് കേറ്ററ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷമായിരുന്നു അന്ന് ആ റിസൾട്ട് വന്നൊരു സമയം. കാരണം ഒരുപാട് കുട്ടികൾ വിളിക്കുന്നു, അവരുടെ സന്തോഷം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ വിജയത്തിലൊരു ഭാഗമായി തീർന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു വിജയത്തിലോട്ടാണ് നിങ്ങളെല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നത്. അടുത്തൊരു കേട്ടറ്റ് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എനിക്ക് എന്തായാലും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീം സൈലത്തിലോട്ട് പോരുക. നമ്മളിവിടെ ഉറപ്പായിട്ടും നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൂട്ടം ഫാക്കൽറ്റീസാണ് നമ്മുടെ കോഴ്സ് ഡീൽ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമുക്ക് കൃത്യമായിട്ടൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെൻറ്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ലൈവ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെക്കോർഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആകുന്ന സമയത്ത് കാണാം. പിന്നെ ലൈവിൽ നമ്മൾ കൂടുതലായിട്ടും റിവിഷൻസ് ആണ് നടത്തുന്നത്, കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ചില ടോപ്പിക്സ് നമ്മൾ ലൈവിൽ കൂടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡി വളരെ പ്രോപ്പറായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യാനും അതിൽ കൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാറ്ററ്റ് കാറ്റഗറി 1 കാറ്റഗറി 2 അതേപോലെ തന്നെ കാറ്ററ്റ് കാറ്റഗറി 3 കോഴ്സുകൾക്കാണ് നമ്മളിപ്പോൾ കാറ്റഗറിക്കാണ് കോഴ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം വരെയും നിങ്ങൾക്ക് കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. നല്ലപോലെ പഠിക്കാൻ റെഡിയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫയർ ഉണ്ട്, എനിക്ക് അടുത്ത കാറ്ററ്റ് ക്ലിയർ ആക്കണം എന്നുള്ളൊരു ഫയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഫയർ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ കൂടുതൽ കത്തിക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫയർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉള്ളുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. അടുത്ത എക്സാമിന് നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ കേറ്ററ്റ് എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേഷൻസും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളായിട്ടും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.